രാജാജിനഗറിലേക്ക് ഒന്നുകൂടി പോകാം. അരുൺ സോളമൻ, നേരത്തെ മറ്റു വീടുകളിലേക്കൊക്കെ പോകുമ്പോഴാണ് ഞാനൊന്ന് ഇടപെട്ടത്. ഇപ്പോൾ രാജാജിനഗറിൽ കൂടുതൽ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ എന്തൊക്കെയാണ് പറയുന്നത്? സുജയ, വൈദ്യുതി നിരക്ക് കൂടുന്നതിൽ വലിയ നിരാശയുണ്ട്. ഞാനിപ്പോഴുള്ളത് ഇവിടുത്തെ രാജേഷ് എന്ന് പറയുന്ന ചേട്ടന്റെ തട്ടുകടയുടെ മുന്നിലാണ്. ചേട്ടന്റെ തട്ടുകടയും അതുപോലെ തന്നെ വീടും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇവർക്കും വലിയ തോതിലുള്ള ബില്ല് വരുന്നു എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള പരാതി. ചേട്ടാ, ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ മാസമുള്ള ബില്ല് എത്രയായിരുന്നു? കഴിഞ്ഞ മാസമുള്ള ബില്ല് മുമ്പിലത്തെ തവണ വന്നത് 3600 സംതിങ്. ഇപ്പൊ വന്ന പൊതുവിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ ഉപയോഗിക്കുന്നത് ഫ്രിഡ്ജുണ്ട്, 2 ഫാനുണ്ട്, പിന്നെ ഈ 2 മുറികളിലും ലൈറ്റും, ഈ കടയിലെ ഈ 2 ലൈറ്റും, ഇതൊക്കെ തന്നെ. നിലവിലെ ഇപ്പോൾ വൈദ്യുതി നിരക്ക് കൂട്ടാൻ പോവുകയാണ്. വൈദ്യുതി ബില്ല് കൂട്ടിയാൽ നമ്മളെ ഇവിടെ ഈ കോളനിക്കകത്തുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെ. ഞാൻ എന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കോളനിക്കകത്ത് മാത്രമാണ് ഈ ഇത്രയും കൂടിയ ബില്ല് വരണം എന്നാണ് ഒരു നിഗമനമെന്ന് എന്റെ ഒരു ഉദ്ദേശം. പറഞ്ഞ മനസ്സിലായ? അല്ലാതെ മറ്റുള്ളിടത്തൊക്കെ ഞാൻ തിരക്കിയപ്പോൾ ഈ വലിയ വീടുകളിലൊന്നും ഇത്രയും ബില്ല് വരുന്നില്ല. കോളനി ബേസ് ചെയ്ത് ബില്ല് ഏറ്റവും കൂടുതൽ ബില്ല് വരുന്നതാണ് ഞങ്ങളെയൊക്കെ ഒരു ഇത്. തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ 7500 ബില്ലൊക്കെ വന്നു. 7500, 6500, 5000 ഇങ്ങനെയൊക്കെ ബില്ല് വരുന്നുണ്ട്. ഇത് എല്ലാ മാസവും അവര് പറയും അത് കൂലിപ്പണിയൊക്കെ ചെയ്താണല്ലോ ജീവിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് അടയ്ക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ്? ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട്. ചിലപ്പോൾ പലിശയ്ക്ക് എടുത്തും അടച്ചിട്ടുണ്ട്. ഇല്ല, അടുത്ത ദിവസം വന്ന് കറണ്ട് ബില്ല് ഊരുമെന്ന് മേടിച്ച് പലിശയ്ക്ക് എടുത്തും കറണ്ട് ബില്ല് അടച്ച സമയങ്ങളുണ്ട്. അരുൺ, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് അവർ പറയുന്നതനുസരിച്ച് വലിയ വീടുകളിൽ, ഇരുനില വീടുകൾ, ബഹുനില മന്ദിരങ്ങൾ, അവിടെയൊക്കെ ബില്ല് കുറവും സാധാരണക്കാരന് വലിയ ബില്ലുമാണ് എന്ന് പറയുന്നു. ഈ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ ആഡംബര ലൈറ്റുകളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പലതരത്തിലും നമ്മൾ ചുരുക്കേണ്ടതുണ്ട്, ആളുകൾ ചുരുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബില്ലിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. താങ്ക് യു അരുൺ സോളമൻ. ഒപ്പം സിനോജ് തോമസും ദിലീപ് ദേവസിയും ദീപക് മോഹനും ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. TV പ്രസാദ് നമുക്കൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്ന ഈ ഒരു നിരക്ക് വർധന എല്ലാ കാലത്തും നമുക്കൊരു പ്രതിസന്ധിയാണല്ലേ. ഏറിയും കുറഞ്ഞും ഈ നിരക്ക് വർധന നമ്മളെ ബാധിക്കാറുമുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ഇരുട്ടടിയാകുന്ന ഈ വൈദ്യുതി നിരക്ക് അത് കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോയാലോ? അല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ മറികടക്കുക?